ഹായ് ഡിയേഴ്സ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ +2 CBSE സെക്കൻഡ് മൊഡ്യൂൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ +2 CBSE മൊഡ്യൂൾ എക്സാമിൻ്റെ കെമിസ്ട്രിയുടെ സിലബസ് ഏതൊക്കെയാണ് ഇന്ന് നമുക്ക് നോക്കാം. ജൂലൈ 30-ാം തീയതിയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ എക്സാം വരുന്നത്. 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കായി സെക്കൻഡ് മൊഡ്യൂൾ എക്സാമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്ന് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് ആണ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് ആണ്, പിന്നെ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ഈ 3 ചാപ്റ്റേഴ്സാണ് മൊഡ്യൂൾ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ? നമ്മുടെ ഓർഗാനിക് ഉണ്ട്, ഇൻഓർഗാനിക് ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. 3 തരം കെമിസ്ട്രിയിൽ നിന്നും 3 ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയിൽ നിന്നും ഓരോ ചാപ്റ്റർ വീതമാണ്. സോ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിലെ ഇക്വേഷൻസും പിന്നെ അതേപോലെ തന്നെ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡറും അതേപോലെ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ്, ഹാഫ് ലൈഫ്, ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ഡി ആൻഡ് എഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ ഇൻഓർഗാനിക് ആണ്, അതുകൊണ്ട് തന്നെ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. സോ കൃത്യമായിട്ട് അതിലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഇവരുടെ ഓക്സിഡൈസിങ് റിയാക്ഷൻസ്, പ്രിപ്പറേഷൻസ്, അതേപോലെ നമ്മുടെ ലാന്തനൈഡ് കൺട്രാക്ഷൻ, അതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകൾക്കും സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ഇനിയാണ് നമ്മുടെ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ, ഫീനോൾസ്, ഈതേഴ്സ് ഈ 3 ആൾക്കാരുടെയും പ്രിപ്പറേഷൻസും കെമിക്കൽ പ്രോപ്പർട്ടീസും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിൽ 3 നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. നമ്മുടെ വില്യംസൺ സിന്തസിസ് ഉണ്ട്, കോപ്സ് റിയാക്ഷൻ ഉണ്ട്, റീമർ ടീമർ റിയാക്ഷൻ ഉണ്ട്. ഇത് 3ഉം തന്നെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ കൃത്യമായിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മെക്കാനിസം പഠിക്കേണ്ടതെന്ന് മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ മെക്കാനിസംസ് ഒക്കെ നോട്ട് ചെയ്യുക. അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ മക്കളെ, ജൂലൈ 30-ാം തീയതി വരെ കെമിസ്ട്രി പഠിക്കുന്നതിനായി നിങ്ങളുടെ അടുത്ത് സമയമുണ്ട്. സോ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി അത് മാത്രമല്ല, ഇനി ആർക്കെങ്കിലുമൊക്കെ എങ്ങനെയാണ് സ്കൂൾ പ്രിപ്പറേഷനോടൊപ്പം തന്നെ ഈ മൊഡ്യൂൾ എക്സാമിന് വേണ്ടി പഠിക്കുക, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റാക്കുക, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതിന് വേണ്ടി ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് 22-ാം തീയതി വൈകിട്ട് കൃത്യം 7 മണിക്ക് നമ്മുടെ +2 CBSE ചാനലിൽ ഒരു അടിപൊളി ലോഞ്ച് കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു ലോഞ്ചിൽ നിങ്ങൾ എല്ലാവരും എത്തുക. ആ ഒരു ലൈവിൽ വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ എക്സാമിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും. സോ മുൻപിലുള്ളത് വളരെ കുറച്ച് സമയമാണ്. ആ വളരെ കുറച്ച് സമയം പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.